പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതുലു അലൈഹിം നബഉ നൂഹിൻ. നബിയെ, നീ അവർക്ക് നൂഹിനെ പറ്റിയുള്ള വിവരം ഓതി കേൾപ്പിക്കുക. അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം: എൻ്റെ ജനങ്ങളെ, എൻ്റെ സാന്നിധ്യവും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയുള്ള എൻ്റെ ഉത്ബോധനവും നിങ്ങൾക്ക് ഒരു വലിയ ഭാരമായി തീർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മേൽ ഞാനിതാ ബലമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ പങ്കാളികളാക്കിയവരും കൂടി തീരുമാനിച്ചുറപ്പിച്ചു കൊള്ളൂ. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനത്തിൽ നിങ്ങൾക്ക് ഒരു അവ്യക്തതയും ഉണ്ടായിരിക്കരുത്. എന്നിട്ട് എൻ്റെ നേരെ നിങ്ങൾ ആ തീരുമാനം നടപ്പിൽ വരുത്തു. എനിക്ക് നിങ്ങളുടെ തരികയെ വേണ്ട. അപ്പോൾ ഇവിടെ നൂഹ് നബിയുടെ കഥയിലേക്ക് പോവുകയാണ്. ഖുറാനിലെല്ലാം ഒരു മാലയിൽ കുറത്ത മുത്തുമണികൾ പോലെയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പലിശയെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായി ഷൈലോക്കിനെ കുറിച്ച് പറയും. ചില പ്രാസംഗികന്മാർ അതിശയമായി അവരുടെ വാക്കിൽ പലിശ എന്ന വാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷൈലോക്ക് എന്ന ഒരു കൊള്ളപ്പലിശക്കാരൻ്റെ കഥ, നമുക്കറിയാവുന്ന കഥ, അത് പറയാൻ തുടങ്ങും. അപ്പോൾ എന്താണോ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് അതിനനുസരിച്ച് ഒരു കഥയും ചരിത്രവും നമ്മുടെ നാവിലേക്ക് വരും. എന്തായാലും ഇപ്പം പിന്നെ അതിബുദ്ധി കാണിക്കുന്നവരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുയലും കുരങ്ങനും കൂടി പിന്നെ ഒരു കൃഷി നടത്തിയ കഥ നമുക്കറിയാം. നല്ലൊരു വാഴക്കൃഷി. അടിയിലുള്ളത് നീയും ആ മുകളിലുള്ള ഞാനും എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വാഴൻ്റെ മുകളിലുള്ളത് ആർക്ക് കിട്ടിയും കുരങ്ങനെ കിട്ടി. അടുത്തത് എന്ത് ചെയ്തു? മറ്റൊരു കൃഷിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലുള്ളത് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ആർക്ക് കിട്ടിയത്? മുയലിലും കിട്ടി. അപ്പോൾ അതാണ് അതിബുദ്ധിമാന്മാർ വിജയിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ കഥകൾ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നൂഹ് നബിയുടെ കഥ പറയാൻ ഇവിടെ കാരണം ഉണ്ട്. വെറുതെ വെറുതെ പെട്ടെന്ന് അങ്ങോട്ട് ഒന്നിലേക്ക് ചാടി പോവുക ഇല്ല. ഒരു എന്തെങ്കിലുമൊക്കെ മുമ്പത്തെ ആയത്തിൽ ചില എന്തെങ്കിലുമൊക്കെ അതിലേക്ക് സൂചനകളുണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്നത് 66-ാമത്തെ ആയത്തിൽ പറയുന്നത്, നമ്മളിപ്പം 71-ാമത്തെ ആയത്തിലാണ് നൂഹ് നബിയുടെ കഥ പറയുന്നത്. അപ്പോൾ 66-ൽ പറയുന്നത്: തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്ന ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം അള്ളാഹുവിന് പുറമെ പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്തൊന്ന് നീയാണ് പിൻപറ്റുന്നത്. അപ്പോൾ നൂഹ് നബിയുടെ കാലത്ത് ഈ വിഗ്രഹാരാധികരുണ്ടായിരുന്നു. വിഗ്രഹാരാധികരുടെ ഉത്ഭവം ഞാനിങ്ങോട്ട് പറഞ്ഞല്ലോ. ശീസ് നബിയുടെ കാലത്താണ് വിഗ്രഹം തുടങ്ങിയത്. ആദനബിയുടെ മക്കളെല്ലാം ആദനബി നല്ലോണം തൗഹീദിൽ വളർത്തിക്കൊണ്ടുവന്നു. ഒരു മകൻ സത്യനിഷേധിയായി. പക്ഷെ എന്നിരുന്നാലും വിഗ്രഹത്തെ ഒന്നും ആരാധിച്ചിരുന്നില്ല. എങ്കിലും അള്ളാഹുവിന് ലഭിക്കേണ്ട അനുസരണം അവൻ നിർവഹിച്ചില്ല, കാബേൽ എന്ന മകൻ. കാരണം അള്ളാഹുവിന് ബലി നൽകിയത് പോലും താന്ന വസ്തുക്കളാണ് കൊടുത്തത്. അപ്പം അള്ളാഹുവിന് കൊടുക്കേണ്ട പരിഗണന ആ വ്യക്തി കൊടുത്തിട്ടില്ല. ആ കാബേൽ മരണപ്പെട്ടിട്ടില്ല, ആബേലാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് കാബേലിൻ്റെ മക്കളും ഉണ്ടാവും അല്ലേ? ദുഷ്ടയുടെ മക്കൾ ദുഷ്ട തന്നെ ആയിരിക്കുമല്ലോ. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ഫലത്തെ നോക്കിയിട്ട് വൃക്ഷത്തെ മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. അയാളുടെ മക്കളെ നോക്കിയിട്ട് അയാളുടെ പിതാവിൻ്റെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് മുആവിയ നല്ലൊരു വ്യക്തിയല്ലാന്ന് ഈ ഉള്ളവൻ വിശ്വസിക്കുന്നത്. ചെങ്ങന്നൂർ മൗലവിക്കാർ നമസ്കാരം 3 ആക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ മുആവിയെ പറ്റി അവർ പറയുന്നത് ഞാൻ ഉൾക്കൊള്ളുകയാണ്. മുആവിയെ കുറിച്ച് അവർ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. മുആവിയ ഒരു മോശം വ്യക്തി. കാരണം നമ്മൾ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ മുആവിയ ഒരു മോശം വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഹസൻ ഹുസൈൻ അള്ളാഹുവിനെ കൊന്നതിൻ്റെ പിന്നിൽ അയാളാണ്. അയാളുടെ പിതാവ് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവാണ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം എന്ന് പറയേണ്ട അയാൾ ഇസ്ലാമാവാൻ കാരണം, അബൂ സുഫിയാൻ ഇസ്ലാമാവാൻ കാരണം അയാളുടെ ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ്. ഭാര്യ നിർബന്ധം പറഞ്ഞത് എന്ത് തന്നെയാലും മുഹമ്മദിൻ്റെ കീഴിൽ ഞാൻ വരില്ല, നിൽക്കില്ല, അവനെ അനുസരിക്കില്ല എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർബന്ധിച്ചിട്ടാണ് പിന്നെ അബൂ സുഫിയാൻ എന്ത് ചെയ്യുന്നത്, കലിമ ചൊല്ലുന്നത് എന്നൊക്കെ പറയുന്നത്. അയാളുടെ മുആവിയയുടെ മകനാണ്, അബൂ സുഫിയാൻ്റെ മകനാണ് മുആവിയ. അപ്പോൾ പകരം വീട്ടിയാണ് പിതാവിനെ ദ്രോഹിച്ചവരോട്
പ്രവാചകൻ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. അബൂ സുഫിയാൻ അയാളുടെ വഴി ദുഷിച്ച വഴി തിരഞ്ഞെടുത്തപ്പോൾ അയാൾ ആപത്തിൽപ്പെട്ടതാണ്. അങ്ങനെ മുആവിയ എന്ത് പ്രതികാരം ചെയ്തു? ഇസ്ലാം നാമമാത്ര ഇസ്ലാംധാരിയായിക്കൊണ്ട് പ്രതികാരം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഹസൻ ഹുസൈൻ അള്ളാഹുവിനെ മരണപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും മരിക്കില്ലല്ലോ. അയാൾക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ പ്രവാചകന് കഹലിനെ പോലെ സ്നേഹിച്ച ഹസൻ ഹുസൈൻ അള്ളാഹുവിനെ കൊല്ലില്ലല്ലോ. ഈ രണ്ടുപേരെയും കൊല്ലുന്നതിന് പിന്നിൽ കളിച്ചത് മുആവിയയാണെന്ന് ചരിത്രം പഠിച്ചു നോക്കിയാലും അറിയാം. പക്ഷെ എന്നിട്ടും സുന്നികൾ എന്തുകൊണ്ടാണ് അയാളെ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല. അറിവില്ലായ്മ കൊണ്ടോ എന്താണെന്ന് അറിയിച്ച ചെകുത്താൻ വഞ്ചിച്ചത് കൊണ്ടോ മറ്റൊന്ന് സ്വാർത്ഥ ലാഭങ്ങൾ കൊണ്ടോ എന്താ അറിയില്ല. അപ്പം ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു വരാൻ കാരണം കാബേലിൻ്റെ മക്കൾ എന്തെങ്കിലും ദുഷിച്ച മക്കളായിരിക്കും. അയാൾ സഹോദരനെ കൊന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടാവും. എന്നിരുന്നാലും കാലം കുറേ കഴിഞ്ഞപ്പോൾ ആദം നബിയുടെ പേരക്കുട്ടിയാണ് ഷീസ് നബി. ഷീസ് നബി ഉള്ള സമയത്ത് ശരിക്കും ഒരു വിഗ്രഹാരാധന വന്നിട്ടില്ല. ഷീസ് നബിയുടെ മരണശേഷം ഷീസ് നബി വലിയ ധർമ്മിഷ്ഠനായ വ്യക്തിയായിരുന്നു. എല്ലാവർക്കും വേണ്ടപ്പെട്ട കണ്ണിലുണ്ടായ വ്യക്തിയായിരുന്നു. അങ്ങനെ ഷീസ് നബി മരണപ്പെട്ട ശേഷം പിന്നെ അവരെന്ത് ചെയ്തു? വീട്ടിലൊക്കെ വലിയ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ, കല്യാണം, കളിയാട്ടം, മരണമൊക്കെ ഉണ്ടാകുമ്പോൾ ആ മരണപ്പെട്ട ഷീസ് നബിയോട് വരെ പോലും ഒരു അല്ലെങ്കിൽ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ മക്കളെ കല്യാണമുണ്ട്, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവരിൽപ്പെട്ട ചില കുബുദ്ധികൾക്ക് അല്ലെങ്കിൽ ചെകുത്താൻ്റെ ആളുകൾക്ക് തോന്നി, ചെകുത്താൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുമല്ലോ, നമുക്ക് ഷീസ് നബിയുടെ രൂപം ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് അതിനോട് പ്രാർത്ഥിക്കാം, അത് നല്ലതാണ്. കാരണം അവർ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എന്ത് ചടങ്ങ് നടക്കുമ്പോൾ അദ്ദേഹത്തോടും കൂടി പറയണമല്ലോ എന്ന് നിർബന്ധം ചെലുത്തി ഷീസ് നബിയുടെ ചിത്രം ഉണ്ടായിരുന്നു. കരിങ്കല്ലിലാണ് കൊത്തിവെക്കുക. കരിങ്കല്ലിൽ ഷീസ് നബിയുടെ ചിത്രം കൊത്തിവെച്ചു. എന്നിട്ട് വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടാകുമ്പോൾ അതിനോട് പറയും, ഇന്ന പരിപാടി ഉണ്ട്, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം എന്നൊക്കെ പറയുമായിരുന്നു. ഇത് അവരുടെ മക്കൾ കേട്ടു. മക്കൾ എന്ത് കരുതി? ഇവരെ അവരോട് പ്രാർത്ഥിക്കുകയാണ്, സഹായത്തിനെ പ്രാർത്ഥിക്കുകയാണ് എന്ന് കരുതി അവരെന്ത് ചെയ്തു? അതുപോലെ രോഗം വരുമ്പോഴും ഇവരെന്ത് ചെയ്യും? ഈ ഷീസ് നബിയുടെ ചിത്രത്തിന് മുമ്പിൽ വെച്ച് കാര്യങ്ങൾ പറയുമായിരുന്നു. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ മക്കൾ എന്ത് കരുതി? ഈ വിഗ്രഹത്തിന് എന്തോ കഴിവുണ്ട്, നമുക്ക് രോഗം വന്നാലൊക്കെ പ്രാർത്ഥിക്കാം, പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അവർ ഷീസ് നബിയുടെ വിഗ്രഹത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് വേറെയും പല വിഗ്രഹങ്ങൾ, പല മഹാന്മാരും പല നല്ല വ്യക്തികളും മരണപ്പെടുമ്പോൾ അവരുടെ ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അവരോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമാറുണ്ടായിരുന്നു. അങ്ങനെ നൂഹ് നബിയുടെ കാലത്ത് എത്തിയപ്പോൾ നൂഹ് നബി വരുമ്പോഴേക്കും 10 തലമുറകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഖാസിം ഉസ്താദിൻ്റെ പിന്നെ ആദം നബി ചരിത്രം, നൂഹ് നബി ചരിത്രം ഒക്കെ ഉണ്ട്, യൂട്യൂബിലുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. അതിലൊക്കെ ഒരുപാട് അറിവുകളുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നത്. വെറുതെ അങ്ങോട്ട് പറയുകയില്ല. അതുപോലെ കാലക്കണക്കും പിതാക്കളുടെ പരമ്പര വരെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എല്ലാവരും കേൾക്കുക. അപ്പോൾ അങ്ങനെ നൂഹ് നബിയുടെ കാലമായപ്പോഴേക്കും എന്ത് ചെയ്തു? വിഗ്രഹാരാധന അധികരിച്ചു. അപ്പോൾ അവർ പല വിഗ്രഹങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നൂഹ് നബി ആകട്ടെ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി മാത്രം ഏകദൈവ വിശ്വാസത്തിൽ അടിയുറക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ പിതാക്കന്മാർ ധർമ്മിഷ്ഠന്മാരായിരിക്കും. പിതാവും മാതാവും, മെയിനായിട്ട് മാതാക്കളാണ്. മാതാവ് വളരെ ധർമ്മനിഷ്ഠയുള്ളവരായിരിക്കും. നമ്മൾ ഖാസിം ഉസ്താദിൻ്റെ മാതാവ് വളരെ ധർമ്മനിഷ്ഠയുള്ള വ്യക്തിയായിരുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ ഭർത്താവിനെ നല്ലവണ്ണം അനുസരിക്കുന്നവളും ഒക്കെ ആയിരുന്നു. എൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഉപ്പയും അതുപോലെ ഹറാമായ ഭക്ഷണമൊന്നും നമ്മളെ തിരിച്ചിട്ടില്ല. ദിവസവും ജോലിക്ക് പോകും, ഞായറാഴ്ചയും പെരുന്നാളിന് വരെ ജോലി, അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ സമ്പത്ത് അദ്ദേഹം പാവപ്പെട്ടവർക്കും ഒക്കെ കൊടുക്കും, വഴിയാത്രക്കാർക്കും ഒക്കെ കൊടുക്കും. അതിന് മതം ജാതിയൊന്നുമില്ല. വലിയ സമ്പത്തൊന്നും കൊടുക്കില്ലെങ്കിലും അത്യാവശ്യം ചെയ്യുന്ന സഹായങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പീടികയിൽ സ്വന്തമായിട്ടൊരു പീടിക
2000 രൂപ വാപ്പയ്ക്ക്. അത് വല്യാപ്പ കൊടുത്താണെന്നിരുന്നാൽ അവിടെ പല ആൾക്കാരും ഇപ്പം കള്ളുടിയന്മാരും കഞ്ചാവ് എടുക്കുന്നവരൊക്കെ അവിടെ സഹായം വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ വേണ്ടി വരുമ്പോഴും അപ്പോൾ അവരോട് എണീച്ച് പോകാനൊന്നും പറയാറില്ല. അങ്ങനെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉള്ളവരും നല്ലൊരു പദവിയിൽ എത്തിപ്പെട്ടു. മഹദി ഇമാം എന്ന പദവിയിൽ എത്തിപ്പെട്ടു. മാതാവും പിതാവും നന്നായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല ഭക്ഷണവും ഹലാലായ ഭക്ഷണവും ആണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം നന്നാവും. പിന്നെ അദ്ദേഹത്തിന് നന്നാവാൻ വേണ്ട എല്ലാ ഗുണങ്ങളും അള്ളാഹു കൊടുക്കും. മറ്റ് അറിവുകൾ കിട്ടാനുള്ള പുസ്തകങ്ങൾ കൊടുക്കും. എനിക്ക് പല അറിവുകളും നേടാനുള്ള പുസ്തകങ്ങൾ എനിക്ക് സൗജന്യമായി കിട്ടിയിരുന്നു. സൗജന്യമായി വെച്ചാൽ എൻ്റെ അമ്മാവന് പുസ്തകഭ്രാന്തനാണ്. എല്ലാ പുസ്തകങ്ങളും വാങ്ങും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൗജന്യമായിട്ട് പല പുസ്തകങ്ങളും വായിക്കാൻ കഴിഞ്ഞു. അമ്പിളി അമ്മാവന്, ബാലരമ, പൂമ്പാറ്റ. ഞാൻ ആദ്യമായിട്ട് ഖുറാൻ വായിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വായിച്ചത് രാമായണ മഹാഭാരതം അമർഷത്തെ കഥയായിരുന്നു. അപ്പോൾ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ധർമ്മനിഷ്ഠതകളൊക്കെ എനിക്ക് ചെറുപ്പത്തിലെ വായിക്കാനും പഠിക്കാനും കഴിഞ്ഞു. ഏകദേശം 10 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ 10-12 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് രാമായണവും മഹാഭാരതത്തിലെയും കഥകൾ ഒക്കെ ചിത്രസഹിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ രാമായണ സീരിയലും ഉണ്ടായിരുന്നല്ലോ TV-യിൽ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ സൗകര്യം അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ മാതാവും പിതാവൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പണ്ടൊക്കെ നമ്മൾ കശുവണ്ടി നമ്മൾ ഒരു കുന്നിന് മുകളിൽ താമസിച്ചിരുന്നു. അപ്പോൾ അവിടെ കശുവണ്ടിയൊക്കെ വീണ് നടക്കുമ്പോൾ എൻ്റെ ഓരോരിക്കലും എടുക്കാൻ പാടില്ല, ആരാൻ്റെതാണ്. അങ്ങനെയൊക്കെ നല്ല ധാർമ്മിക ബോധത്തിൽ വളരാൻ കഴിഞ്ഞു. അത് മാതാപിതാക്കൾ നന്നാവണം. ചില മാതാപിതാക്കൾ എന്തെങ്കിലും കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും, പിന്നെ മോഷ്ടിക്കാനൊക്കെ പരാതി പോയിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ മാതാപിതാക്കളുണ്ട്. അവരുടെ കുട്ടികൾ എന്ത് ചെയ്യും, കള്ളന്മാരും കഞ്ചാവടിയന്മാരും ഒക്കെ വളർന്നു വരികയും ചെയ്യും. പണ്ട് എൻ്റെ കീശയിൽ നിന്ന് 2000 രൂപ ഞാൻ ഒരു കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ, ഒരു കാർട്ടൂൺ ബോക്സ് കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ ഞാൻ അവിടെ ചെറിയ മാനേജറും കൂടിയായിരുന്നു. ഇപ്പോൾ 2000 രൂപയൊക്കെ എൻ്റെ കീശയിലുണ്ടാവും. അങ്ങനെ 2000 നോട്ടൊക്കെ അന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് കീശയിലിട്ട് അങ്ങനെ കീശൻ്റെ ഷർട്ടിൻ്റെ ഇത് കഴിച്ച് ഒരു ഹാങ്കറിൽ പുറത്ത് കിട്ടുകയും ചെയ്തു. അവിടെ ഒരു കുട്ടി, ഒരു ഹിന്ദിക്കാരൻ്റെ മകന് വരും. ഒരു നല്ല ഓമനത്വമുള്ള കുട്ടിയാണ്. പിന്നെ അവരുടെ സഹോദരിമാരും നമ്മുടെ കമ്പനിയിൽ പണിയെടുക്കും. അപ്പോൾ അവന്